വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജ്ഞാന തീയതി 25/3/2025. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 30/4/2020. സഹകരണ സംഘത്തിലേക്കും ബാങ്കുകളിലേക്കും ഒഴിവുള്ള വേക്കൻസിയിലേക്കാണ് വിജ്ഞാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടക്കുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് www.cseb.kerala.gov.in. കാറ്റഗറി നമ്പർ 9 2025 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. വിദ്യാഭ്യാസ യോഗ്യത ക്വാളിഫിക്കേഷൻ MCA or BTech, Computer Science or Electronic Communication or Information Technology. Experience minimum working experience of 3 years as system administrator or equivalent post in any organized institution. പാലക്കാടും പൊന്നാനിയിലുള്ള 2 സഹകരണ സംഘത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെ ഓരോ വേക്കൻസി വീതമാണ് ഉള്ളത്. ആകെ 2 ഒഴിവാണുള്ളത്. പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ഉണ്ട്. മറ്റ് പിന്നോക്ക വിഭാഗം ഉൾപ്പെട്ടുള്ളവർക്ക് വിമുക്ത ഭടന്മാർക്കും EWS കാറ്റഗറിക്കും 3 വർഷത്തെ ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സംഘം ഓർ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനാണ്. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിന്റെ GST കൂടി അടയ്ക്കേണ്ടതാണ്. 18% GST ആണ് വരുന്നത്. വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സഹകരണ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സുള്ളവ ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും
ചട്ടപ്രകാരം ഒരു സംഘം ബാങ്കിന് 150 രൂപ, തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഓരോ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിനും 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കണം. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തപാൽ മുഖേന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel. Thank you for watching my videos. Thank you.